أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إنا أعطيناك الكوثر അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറ കൗസർ, ആയത്ത് നമ്പർ 2. അർത്ഥം: നിശ്ചയമായും നാം നിനക്ക് ധാരാളം കൗസർ നൽകിയിരിക്കുന്നു. ഇവിടെ വിശുദ്ധ ഖുർആൻ്റെ വിശദീകരണത്തിൻ്റെ മഹത്വം, ആ വിശദീകരണത്തിൻ്റെ മഹത്വത്തിലും ധാരാളം കൗസർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് നൽകിയതായിട്ടുള്ള ആ കാര്യത്തിൽ, അതിൻ്റെ വിശദീകരണത്തിൽ വിശുദ്ധ ഖുർആൻ്റെ വിവരണങ്ങളുടെ മഹത്വമാണ് ഇവിടെ പരാമർശിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ പൗരത്വത്തിൻ്റെ കടമയെ സംബന്ധിച്ച് പറയുന്നു. ഈ പൗരത്വത്തിൻ്റെ കടമകളിൽ പിന്നീട് ഇസ്ലാം കൊടുക്കൽ വാങ്ങലിനെ സംബന്ധിച്ച് വളരെ വിശദമായി പ്രതിപാദിക്കുന്നുണ്ട് എന്ന് ഹുസൂർ പറയുന്നു. ഇസ്ലാം വിലകയറ്റത്തെയും വലിയ വില കൊടുത്ത് സാധനങ്ങൾ വാങ്ങുന്നതിനെയും തടയുന്നു. അതുപോലെ മറ്റുള്ളവരുടെ കച്ചവടം, മറ്റുള്ള കച്ചവടക്കാരെ പരാജയപ്പെടുത്താൻ വേണ്ടി മാത്രം ഒരുപാട് വില കുറച്ച്, വില ഇടിച്ച് നൽകുന്നതും ഇസ്ലാം നിരോധിച്ചിരിക്കുന്നു. ഒരു പ്രാവശ്യം മദീനയിൽ ഒരാൾ മറ്റു കച്ചവടക്കാർക്കൊന്നും നൽകാൻ കഴിയാത്ത അത്ര വില കുറച്ചുകൊണ്ട് മുന്തിരി വിൽക്കുന്നുണ്ടായിരുന്നു. ഹദ്റത്ത് ഉമർ റളിയല്ലാഹു അൻഹു അവിടെ വന്നപ്പോൾ ആ കച്ചവടക്കാരനെ ശാസിക്കുകയുണ്ടായി. കാരണം അതിലൂടെ മറ്റു കച്ചവടക്കാർ ബുദ്ധിമുട്ടിൽ ആയിപ്പോകും. ചുരുക്കത്തിൽ ഇസ്ലാം വില കയറ്റുന്നതിനെയും അതുപോലെ പറ്റെ വില കുറയ്ക്കുന്നതിനെയും വിലക്കി. കാരണം കച്ചവടക്കാർക്കും നഷ്ടമുണ്ടാകരുത്, പബ്ലിക്കിനും നഷ്ടമുണ്ടാകരുത്. അപ്പോൾ ഇത് രണ്ടും സന്തുലിതാവസ്ഥയിൽ നിൽക്കാൻ വേണ്ടി ഇസ്ലാം ഇതിനെ വളരെ മിതമായിട്ടുള്ളൊരു അവസ്ഥയിലേക്കാണ് ഇസ്ലാം നിലകൊണ്ടിട്ടുള്ളത്. പിന്നീട് ഇസ്ലാം പൗരത്വത്തിൻ്റെ കടമകളിൽ മറ്റൊന്ന് പറയുന്നത്, പകർച്ചവ്യാധികളുള്ള പട്ടണത്തിൽ നിന്നും മറ്റൊരു പട്ടണത്തിലേക്ക് പോകരുത് എന്നാണ്. ഇതിലൂടെ രോഗവ്യാപനം ഉണ്ടാകുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അപ്പം അങ്ങനെ ഒരു കാര്യം, ഒരിക്കലും രോഗമുള്ള സ്ഥലങ്ങളിൽ നിന്ന് മറ്റൊരു സ്ഥലങ്ങളിലേക്ക് പോകരുത്. അതുപോലെ തന്നെ രോഗമുള്ളിടത്തേക്കും പോകുകയും ചെയ്യരുത്. മറ്റൊരു കാര്യം വിവരിക്കുന്നത് പൊതുവിദ്യാഭ്യാസത്തിനുള്ള സംവിധാനമാണ്. ഹുസൂർ പറയും, മുമ്പൊക്കെ ആളുകൾ, പഴയകാലത്ത് ഇപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് മുമ്പുള്ള കാലങ്ങളിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലത്തൊക്കെ ഓരോരുത്തരും വ്യക്തിപരമായി അവരവരുടെ മക്കൾക്ക് വേണ്ട വിദ്യാഭ്യാസം കൊടുത്തിരുന്നു. അവർക്ക് വേണ്ടി സംവിധാനം ഒരുക്കി അവർക്ക് വേണ്ട വിദ്യാഭ്യാസം അതിന് പറ്റിയ ടീച്ചർമാരെ സംഘടിപ്പിച്ച് അവർക്ക് കൊടുത്തിരുന്നു. എന്നാൽ പൊതുവിദ്യാഭ്യാസ സമ്പ്രദായം, ഇന്ന് നമ്മൾ കാണുന്ന ഈ വിദ്യാഭ്യാസ സമ്പ്രദായം ഏറ്റവും ആദ്യം നടപ്പിലാക്കിയത് അത് ഇസ്ലാമാണ്. ബദർ യുദ്ധത്തിൻ്റെ അവസരത്തിൽ യുദ്ധത്തടവുകാരോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, ഞങ്ങൾ നിങ്ങളോട് മറ്റ് നഷ്ടപരിഹാരവും ഞങ്ങൾ ആവശ്യപ്പെടുന്നില്ല. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രമാണ്: മദീനയിലെ 10 ആൺകുട്ടികളെ, ഓരോരുത്തരും 10 ആൺകുട്ടികളെ പഠിപ്പിക്കുക, എഴുത്തും വായനയും പഠിപ്പിക്കുക എന്നതാണ്. ഇതിന് പകരമായി നിങ്ങളെ ഞങ്ങൾ മോചിപ്പിക്കാം എന്ന് പറയുകയുണ്ടായി. ആ യുദ്ധത്തടവുകാർ 10 ആൺകുട്ടികളെ പഠിപ്പിച്ചു. ആ പഠിപ്പിച്ചത് അവർ അവരെ പഠിപ്പിച്ചു. അവരിൽ നിന്നും പഠിച്ചവർ മറ്റുള്ളവരെ പഠിപ്പിച്ചു. അങ്ങനെ കുറച്ച് കാലങ്ങൾക്കുള്ളിൽ തന്നെ അവിടെയുള്ള എല്ലാ അൻസാറുകളും എഴുത്തും വായനയും പഠിക്കുകയുണ്ടായി. ഇതിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നോട്ട് വയ്ക്കുന്നത്, അതേ മോചനത്തിനായി, അതായത് തടവുകാരുടെ മോചനത്തിനായി ലഭിക്കുന്ന പൈസ, അവരിൽ നിന്ന് നമ്മൾ പിഴ ഈടാക്കാനുള്ള പൈസ, അത് പൊതുസമൂഹത്തിൻ്റെ പൈസയാണ്. പൊതുവായിട്ടുള്ള പൈസയാണ്. ആയതിനാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തടവുകാരിൽ നിന്നും സമൂഹത്തിന് വിദ്യാഭ്യാസം നൽകിക്കൊണ്ട് മനസ്സിലാക്കി തന്നത്, പൊതുവായിട്ട് കിട്ടിയിട്ടുള്ള ആ പൈസ, പൊതുമുതൽ, അത് പൊതുസമൂഹത്തിൻ്റെ വിദ്യാഭ്യാസത്തിനായി ചിലവാക്കേണ്ടത് ഭരണകൂടത്തിൻ്റെ ഉത്തരവാദിത്തമാണെന്ന്
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾക്ക് മനസ്സിലാക്കി തന്നു. വാഹിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.